ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് ധൻഖർ ഈ ഒരു ഉപരാഷ്ട്രപതിയായിരിക്കെ, രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കെ ഇതേ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി വേണം എന്നാണ് പറയുന്നത്. വിജയ മാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ രാജ്യം ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. ഇവിടെ ഇപ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയം മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ളതാണ് എന്നതാണ് പൊതുവിലുള്ള ആക്ഷേപം. അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് ആരാണ്? അത് ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണോ, അതോ BJP ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത്ര നിസ്സാരവൽക്കരിച്ച് കാണേണ്ടതേ ഉള്ളോ ഈ വിഷയങ്ങളിലെ അന്തസത്ത എന്നുള്ളതാണ്? ശ്രീ സെബാസ്റ്റ്യൻ പോൾ. ഉപരാഷ്ട്രപതിയുടെ രാജി എന്നത് അത്ര നിസ്സാരമായി കാണാവുന്ന കാര്യമല്ല. ഉപരാഷ്ട്രപതിമാർ നേരത്തെ പ്രസിദ്ധമായ ഒരു രാജ്യം ഉണ്ടായിട്ടുള്ളത് VV ഗിരി ആണ്. VV ഗിരി എന്ന ഉപരാഷ്ട്രപതിയുടെ രാജി എന്തെല്ലാം രാഷ്ട്രീയമായ ചലനങ്ങൾക്ക്, പ്രത്യാഘാതങ്ങൾക്ക് ഒക്കെ കാരണമായി എന്ന് ആ കാലത്തെ ചരിത്രം ഓർമ്മയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു ഉപരാഷ്ട്രപതി വളരെ പെട്ടെന്ന് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നു. ആദ്യത്തെ ദിവസം അദ്ദേഹം സജീവമായി തൻ്റെ ചുമതല നിർവഹിക്കുന്നു. അടുത്ത ദിവസങ്ങളിലേക്കുള്ള പ്രവർത്തനത്തിനുള്ള അജണ്ടകൾ നിശ്ചയിക്കുന്നു. അങ്ങനെയെല്ലാം സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കെ അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് രാജിവെക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രപതി ഭവനിലെത്തുന്നു, രാഷ്ട്രപതിയെ കാണുന്നു, രാജി സമർപ്പിക്കുന്നു. രാജിക്കത്തിൽ കാരണം പറയുന്നുണ്ട്. ആ രാജിക്കത്തിൽ പറയുന്ന കാരണം അദ്ദേഹം തൻ്റെ ഈ പാർലമെൻ്ററി കർത്തവ്യം അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എന്ന ചുമതലകൾ അതിനേക്കാൾ ഉപരിയായി തൻ്റെ ആരോഗ്യ സംരക്ഷണം, നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കൽ അതിനെ കാണുന്നത് കൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ സാധാരണക്കാർ പറയുന്നത് പോലെ ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെച്ചിരിക്കുന്നു. അത് വാസ്തവത്തിൽ ഇവിടെ BJP വക്താവ് ന്യായീകരിച്ചതുപോലെ അതിൽ കാര്യങ്ങൾ അവസാനിക്കേണ്ടതാണ്. ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അയാൾക്ക് രാജിവെച്ച് പോകാം. പക്ഷെ ആ വിശദീകരണം രാജ്യത്തിനോ പാർലമെൻറ്റിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ പൊതുസമൂഹത്തിനോ തൃപ്തികരമായിട്ടില്ല. ആരോഗ്യമാണ് പ്രശ്നമെങ്കിൽ അദ്ദേഹം പാർലമെൻറ്റിൽ വന്നയാളാണല്ലോ. അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് ഇനി 2 വർഷം കൂടി അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിയായി തുടരാം. ആ പദവിയിലിരുന്നു കൊണ്ട് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ചികിത്സയും എല്ലാ കാര്യങ്ങളും ലഭിക്കുകയും ചെയ്യും. പക്ഷെ അതല്ല, അതൊരു ന്യായം പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ 3 കേന്ദ്രമന്ത്രിമാർ സംശയാസ്പദമായ രീതിയിൽ അദ്ദേഹത്തെ കാണുകയും അതിനെ തുടർന്ന് അദ്ദേഹം പൊടുന്നനെ ഒരു സൂചനയും ആർക്കും നൽകാതെ വയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാഫിയ സ്വഭാവത്തിലുള്ള ഭീഷണി ഉപരാഷ്ട്രപതിയുടെ മേൽ പ്രയോഗിക്കപ്പെട്ടു എന്ന് ന്യായമായും അനുമാനിക്കേണ്ടി വരും. അതിനപ്പുറം നമുക്കൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്താണ് കാര്യം അറിയില്ല. പലതരത്തിലുള്ള പല കാരണങ്ങളും ബാലിശമാണ്. ഉപരാഷ്ട്രപതിക്ക് വേണ്ടുന്ന പ്രാമുഖ്യം കിട്ടുന്നില്ല, അദ്ദേഹത്തിന് വിദേശയാത്രയ്ക്കുള്ള അവസരം കിട്ടുന്നില്ല. അതുകൊണ്ടുള്ളൊരു കെറുവിൽ നിന്നാണ് രാജ്യം ഉണ്ടായത് എന്ന് ഇന്നൊരു പത്രത്തിൽ വായിച്ചു. അതൊക്കെ എത്രയോ ബാലിശമായ രീതിയിലുള്ള കാര്യങ്ങൾ, നിഗമനങ്ങളാണ്. രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ 2ാം സ്ഥാനക്കാരനാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ആ ഉപരാഷ്ട്രപതി പൊടുന്നനെ രാജിവെച്ച് പോകുമ്പോൾ അതിൻ്റെതായ കാരണമുണ്ടാകും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ബംഗാൾ ഗവർണറായിരുന്നപ്പോഴും പിന്നീട് ഉപരാഷ്ട്രപതിയായപ്പോഴും സ്വീകരിച്ച നിലപാടുകൾ. ആ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ RSSൻ്റെ ഒരു അടിമയെപ്പോലെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. അവർക്ക് തൃപ്തികരമല്ലാത്ത ഒന്നും അദ്ദേഹം ചെയ്യുകയില്ല. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളുമുണ്ട്. ഇവിടെ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർലമെൻറ്റിൻ്റെ മേധാവിത്വത്തെക്കുറിച്ച്, ജുഡീഷ്യറിയുടെ ഒരു സബോർഡിനേറ്റ് പദവിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കോൺട്രാഡിക്ഷൻ ഇന്ദിരാഗാന്ധി ഞാൻ പറയാൻ കാരണം അടിയന്തരാവസ്ഥയുടെ 50ാം വർഷമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് എന്തെല്ലാമോ സംഭവിക്കുന്നുണ്ട്, അതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത നീക്കി കിട്ടേണ്ടത്, എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി രാജിവെച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് അത് ഈ റിപ്പബ്ലിക്കിൻ്റെ അവകാശമാണ്. അത് അറിയുന്നതിനുള്ള അവകാശം പാർലമെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഏറ്റവും എളുപ്പം ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പാർലമെൻറ്റിൽ ഈ കാര്യം പറയുകയും, അല്ലെങ്കിൽ രാജ്യസഭയിൽ അദ്ദേഹമായിരുന്നില്ലേ അവിടുത്തെ അധ്യക്ഷൻ, എന്തുകൊണ്ട് അധ്യക്ഷൻ രാജിവെച്ചു, എവിടെ പോയി, അത് അറിയേണ്ടതല്ലേ. അതവിടെ പറയുകയും അതൊരു ചർച്ചയ്ക്ക് വിഷയമാക്കുകയും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയുന്നതിനുള്ള അവസരം ഉണ്ടാക്കുകയും, അത് ചെയ്യുന്നില്ലെങ്കിൽ അനുമാനങ്ങളും
ഊഹാപോഹങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് അത്ര യോജിച്ച ഒരു കാര്യമല്ല. ഇത് ഈ ഇംപീച്ച്മെൻറ്റ് പോലും ഈ ഉപരാഷ്ട്രപതി നേരിടേണ്ടി വന്നേനെ ഇതാണ് മോദിയുടെ അതൃപ്തിയിലേക്ക് നയിച്ചത്. കാരണം ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ കാണുന്നു ശ്രീ ധൻഖർ. അതിന് മുമ്പായിട്ട് ഈ 3 കേന്ദ്രമന്ത്രിമാരെ പ്രധാനമന്ത്രി അയക്കുന്നു, അവരുമായി ചർച്ച നടത്തുന്നു. പ്രധാനമന്ത്രിയുടെ പല വിധത്തിലുമുള്ള ഈ ഇംഗിതങ്ങൾ, ഈ വിഷയത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അതേ സംബന്ധിച്ച് ഈ ധൻഖറിനെ അറിയിക്കുന്നു. ഇതൊക്കെയാണ് സംസാരങ്ങൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ. അങ്ങനെ ഇംപീച്ച്മെൻറ്റ് ഭയന്നൊടുവിൽ അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാജി എഴുതി വേടിപ്പിച്ചാണ്. ഇങ്ങനെയൊക്കെയുള്ള ശക്തമായ ആരോപണങ്ങളാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ നിലനിൽക്കുന്നത്. അത് ഇംപീച്ച്മെൻ്റ് ഒരു വിഷയമാണ്. നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ കേട്ടിട്ടുള്ളത് ജഡ്ജിമാർ, സുപ്രീം കോടതി മറ്റൊരു ജഡ്ജിമാർ ഇംപീച്ച് ചെയ്യപ്പെടുമ്പോൾ ഇംപീച്ച്മെൻറ്റ് വിജയിക്കും എന്ന അവസ്ഥ വരുമ്പോൾ അവർ രാജിവെച്ച് പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഇംപീച്ച്മെൻറ്റിന് നോട്ടീസുണ്ട്, ആ നടപടി അവിടെ പ്രാബല്യത്തിലുണ്ട് എന്നതിനപ്പുറം ഇപ്പോഴത്തെ രാജ്യസഭയിലെ അംഗബലം വെച്ച് നോക്കുമ്പോൾ ആ ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസ്സാവുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. രാജ്യസഭയിലൊരു കുറ്റവിചാരണ നടക്കും എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കുറ്റവിചാരണ, പാർലമെൻ്ററി വിചാരണ നടക്കും എന്നത് ഭയപ്പെട്ട് കാര്യങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ ഒളിച്ചു പോകുന്ന ആളൊന്നുമല്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി. അതുകൊണ്ട് ഇംപീച്ച്മെൻറ്റ് നടപടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ഈ രാജി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല. അപ്പോൾ അവിടെ എന്തോ മറ്റൊന്ന് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വി ഗിരിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി ചെയ്തത് എന്തായിരുന്നു? മനസാക്ഷി വോട്ട് എന്ന ഒരു തത്വം മുന്നോട്ട് വെച്ചുകൊണ്ട് സ്വന്തം പാർട്ടി ഇന്ദിരാഗാന്ധി നോമിനേഷൻ ഒപ്പിട്ട് കൊടുത്ത സ്ഥാനാർത്ഥി സഞ്ജീവ് റെഡ്ഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഉപരാഷ്ട്രപതിയെ വിജയിപ്പിക്കുകയാണ്. അത് ഒരു സാഹചര്യം എന്നതുപോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അതീവമായ ദുരൂഹത നിറഞ്ഞ എന്തോ ഒരു സാഹചര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് വേണം ധൻഖറുടെ അപ്രതീക്ഷിതമായ ഈ രാജിയെ കാണേണ്ടത്.